Hi students, last ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 2 മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി 1 കംപ്ലീറ്റ് ചെയ്തു. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി 2 ആണ്. അത് നമ്മുടെ യൂണിറ്റ് 3 ആണ്. അപ്പോൾ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കണ്ട എന്തൊക്കെയാണ്? വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി, റൊട്ടേഷണൽ ആൻഡ് റാമൻ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ അങ്ങനത്തെ 3 സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകളാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് നടക്കുന്ന ട്രാൻസിഷൻസ്, സെലക്ഷൻ റൂൾസ്, എനർജി ലെവൽസ്, ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് അടുത്ത 3 ടെക്നിക്കുകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിലും സ്പെക്ട്രോസ്കോപ്പി തന്നെ അവിടെ നമ്മൾ അടുത്ത 3 പുതിയതായിട്ട് വരുന്ന 3 ടെക്നിക്കുകളെ പറ്റിയിട്ടാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. അല്ല, ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് ഒന്നും കൂടി ഒന്ന് റീകോൾ ചെയ്യാം. ദാറ്റ് ഇസ് ദ ഇൻട്രാക്ഷൻ ഓഫ് മാറ്റർ വിത്ത് എനർജി പ്രൊഡ്യൂസ് സ്പെക്ട്രം ആൻഡ് സ്റ്റഡി ഓഫ് സ്പെക്ട്ര ഈസ് കോൾഡ് സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഏതൊരു മാറ്റർ ഒരു പർട്ടിക്കുലർ എനർജിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അതിൻ്റെ ഫലമായിട്ടൊരു സ്പെക്ട്ര ഫോം ചെയ്യും. ആ സ്പെക്ട്രോനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ആ ഒരു എൻറ്റയർ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെക്ട്രോസ്കോപ്പി. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലും സ്പെക്ട്രോസ്കോപ്പി എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്താണ്, ആ വക കാര്യങ്ങളൊക്കെ കണ്ടതാണ്. സോ ഇൻട്രൊഡക്ടറി പാർട്ടിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പോകുന്നില്ല. ലെറ്റ്സ് ഫോക്കസ് ഓൺലി ഓൺ അവർ സിലബസ്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഇൻ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. വെൻ ലൈറ്റ് എന്താണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്നുള്ളതാണ് ഫസ്റ്റ് ഇതിൽ പറയുന്നത്. വെൻ ലൈറ്റ് ഓഫ് യു വി വിസിബിൾ റേഞ്ച് ഇൻട്രാക്ട് വിത്ത് മാറ്റർ ഇറ്റ് ജനറേറ്റ് ഇലക്ട്രോണിക് ലെവൽ ഇൻ ദ മോളിക്യൂൾ ആൻഡ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ടേക്സ് പ്ലേസ്. അതായത് യു വി വിസിബിൾ റീജിയൻ്റെ, നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ യു വി വിസിബിൾ റീജിയണിലുള്ള ഏതെങ്കിലും ഒരു ലൈറ്റ് നമ്മുടെ മാറ്ററുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മോളിക്യൂൾസിലെ ഇലക്ട്രോണിക് ലെവലിന് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രോണിക് ലെവലിൽ ട്രാൻസിഷൻസ് നടക്കും. അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ കോൾഡ് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഓർ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ഓർ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഇത് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി, അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്നിങ്ങനെ 3 പേരുകളിലായിട്ട് ഈ ഒരു സ്പെക്ട്രോസ്കോപ്പി അറിയപ്പെടുന്നുണ്ട്. ഇത് ഏതാണെങ്കിലും അതിൻ്റെ ബേസിക് കാര്യം എന്താണ്? അത് യു വി വിസിബിൾ റീജിയണിലുള്ള ലൈറ്റുമായിട്ട് നമ്മുടെ മാറ്റർ ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ മാറ്ററിനകത്ത് ഇലക്ട്രോണിക് ലെവലിൽ ട്രാൻസിഷൻസ് സംഭവിക്കും. അതാണ് ശരിക്കും യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസ് ആയിട്ടുള്ള കാര്യം. ഇനിയും യു വി വിസിബിൾ റേഞ്ച്, യു വി വിസിബിൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ റേഞ്ച് എന്താണ്? 200 to 800 നാനോമീറ്ററിലാണ് യു വി വിസിബിൾ റീജിയൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ. അതിനെ തന്നെ, അതായത് യു വി വിസിബിൾ റീജിയനെ തന്നെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. വാക്വം റീജിയൻ, എക്സാക്ട് യു വി റീജിയൻ ആൻഡ് എക്സാക്ട് വിസിബിൾ റീജിയൻ. അതിൽ വാക്വം റീജിയൻ്റെ റേഞ്ച് എത്രയാണ്? ബിലോ 200 നാനോമീറ്റർ, യു വിയുടെ 200 to 400 നാനോമീറ്റർ, വിസിബിളിൻ്റെ 400 to 800 നാനോമീറ്റർ. അപ്പം ജനറലി നമ്മൾ യു വി വിസിബിൾ റീജിയൻ്റെ റേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 200 to 800 നാനോമീറ്റർ ആണ്. ഇനിയും സ്പെസിഫൈ ചെയ്ത യു വിയുടെ റേഞ്ച് എത്രയാണെന്ന് ചോദിച്ചാൽ 200 to 400 നാനോമീറ്റർ, വിസിബിൾ റീജിയൻ്റെ റേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ 400 to 800 നാനോമീറ്റർ. ഇനിയും ബിലോ 200 ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വാക്വം റീജിയൻ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ യു വി വിസിബിൾ റീജിയൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻസിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു ഇലക്ട്രോണിക് ട്രാൻസിഷന് ചേഞ്ച് ഉണ്ടാവും. ഈ യു വി വിസിബിൾ റീജിയണിലുള്ള ലൈറ്റുമായിട്ട് മാറ്റർ ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് സംഭവിക്കും, അത് പോസിബിൾ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി എന്താണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്? മോളിക്യൂൾ ഹാസ് ഡിഫറെൻറ്റ് എനർജി ലെവൽ, ഹാസ് സിഗ്മ, പൈ നോൺ ബോണ്ടിങ്, പൈ ആൻറ്റി ബോണ്ടിങ് ആൻഡ് സിഗ്മ ആൻറ്റി ബോണ്ടിങ്. അപ്പം മോളിക്യൂളിന് പല തരത്തിലുള്ള എനർജി ലെവലുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? സിഗ്മ, പൈ നോൺ ബോണ്ടിങ്, പൈ ആൻറ്റി ബോണ്ടിങ്, സിഗ്മ ആൻറ്റി ബോണ്ടിങ്. അപ്പോൾ സിഗ്മ എന്ന് പറയുന്ന ഒരു എനർജി ലെവലുണ്ട്. ദാറ്റ് ഈസ് ഡ്യൂ ടു സിഗ്മ ബോണ്ടഡ് ഇലക്ട്രോൺ. ആ ഒരു എനർജി ലെവൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സിഗ്മ ബോണ്ടഡ് ഇലക്ട്രോൺ കൊണ്ടാണ്. പൈ ബോണ്ടഡ് ഇലക്ട്രോണിൻ്റെ മൂലം ഉണ്ടാവുന്ന എനർജി ലെവലാണ് പൈ. പിന്നെ നോൺ ബോണ്ടിങ് ഉണ്ട്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ലോൺ പെയർ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് കൊണ്ട് അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന എനർജി ലെവലാണ് നോൺ ബോണ്ടിങ്. പിന്നെ പൈ ആൻറ്റി ബോണ്ടിങ്ങും സിഗ്മ ആൻറ്റി ബോണ്ടിങ് എന്നിങ്ങനെ 5 എനർജി ലെവൽസാണ് ഒരു മോളിക്യൂളിന് ഉള്ളത്. ഇനിയും എങ്ങനെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കുന്നു എന്നുള്ളത് ഈ ഒരു ഡയഗ്രമാണ്. നമുക്കറിയാം ഏറ്റവും
താഴത്ത് കാണുന്ന എനർജി ലെവലാണ് സിഗ്മ, അതിന് തൊട്ട് മുകളിലായിട്ട് പൈ, അതിന് മുകളിലായിട്ട് എൻ എന്ന് ഉദ്ദേശിക്കുന്ന നോൺ ബോണ്ടിങ് എനർജി ലെവലാണ്, അതിന് മുകളിൽ പൈ സ്റ്റാർ, അതിന് മുകളിൽ സിഗ്മ സ്റ്റാർ. അപ്പം അത് പൈ സ്റ്റാർ ആൻഡ് സിഗ്മ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് എനർജി ലെവൽസ് ആണ്. എൻ നോൺ ബോണ്ടിങ്, സിഗ്മ ആൻഡ് പൈ ആസ് ഇറ്റ് ഈസ്, അത് തന്നെ. അങ്ങനെ 5 എനർജി ലെവലുകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ട്രാൻസിഷൻസ് എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ പൈയിൽ നിന്നും പൈ സ്റ്റാറിലേക്ക് ട്രാൻസിഷൻ പോസിബിൾ ആണ്. അതുപോലെ തന്നെ സിഗ്മയിൽ നിന്നും സിഗ്മ സ്റ്റാറിലേക്കും ട്രാൻസിഷൻ പോസിബിൾ ആണ്. എന്നിൽ നിന്നും സിഗ്മ സ്റ്റാറിലേക്ക് പോസിബിൾ ആണ്. എന്നിൽ നിന്നും പൈ സ്റ്റാറിലേക്ക് പോസിബിളാണ്. അപ്പോൾ ഈ 4 ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതായത് പൈ ടു പൈ സ്റ്റാർ, സിഗ്മ ടു സിഗ്മ സ്റ്റാർ, എൻ ടു സിഗ്മ സ്റ്റാർ, എൻ ടു പൈ സ്റ്റാർ എന്നിങ്ങനെ 4 ട്രാൻസിഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ 4 എണ്ണമാണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് എന്ന് പറയുന്നത്. ഈ 4 എണ്ണം മാത്രമാണ് അലൗഡ് ട്രാൻസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും നമ്മളതിൻ്റെ എന്താണ് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളത് പ്രിൻസിപ്പൽ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ പോലെയുള്ളൊരു സംഭവമാണ്. ഇൻ ദിസ് റീജിയൻ, അതായത് യു വി വിസിബിൾ റീജിയനിൽ ദ ട്രാൻസിഷൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഇലക്ട്രോണിക് ലെവൽസ് ഓഫ് ദ കോമ്പൗണ്ട്സ്. ചേഞ്ചസ് ഇൻ ഇലക്ട്രോണിക് എനർജി ഇൻവോൾവ് റിലേറ്റീവ്ലി ലാർജ് ക്വാണ്ട. So there is a simultaneous change in the vibrational and rotational energies of the molecule. This type of spectroscopy is also called electronic spectroscopy. അതായത് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിനെ തന്നെയാണ് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ ഈ യു വി വിസിബിൾ റീജിയണിൽ വെച്ച് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഇലക്ട്രോണിക് ലെവൽസിൽ ട്രാൻസിഷൻസ് സംഭവിക്കുന്നു. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു, ഇലക്ട്രോണിക് ലെവൽസിലാണ് ട്രാൻസിഷൻസ് നടക്കുന്നത്. ഇനിയും ഇങ്ങനെ ഇലക്ട്രോണിക് ലെവലിൽ ചേഞ്ചസ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നു. ഇങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ സ്വാഭാവികമായിട്ടും വൈബ്രേഷണൽ ആൻഡ് റൊട്ടേഷണൽ എനർജീസിലും ചെറിയൊരു ചേഞ്ചസ് ഒക്കെ സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള സ്പെക്ട്രോസ്കോപ്പിന് അല്ലെങ്കിൽ ഈ ഒരു സ്പെക്ട്രോസ്കോപ്പിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. ദ വിസിബിൾ റീജിയൻ കറസ്പോണ്ട്സ് ടു എ range of wavelength between 4000 to 800 angstrom. വിസിബിൾ റീജിയൻ്റെ വേവ്ലെങ്തിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 4000 to 8000 ആംസ്ട്രോം ആണ്. നാനോമീറ്ററിലേക്ക് വരുമ്പോൾ 400 to 800 നാനോമീറ്റർ ആവും. The ultraviolet region is subdivided into 2 spectral region. ഇനി ഈ അൾട്രാവയലറ്റ് റീജിയനെ ആണെങ്കിൽ 2 സ്പെക്ട്രൽ റീജിയൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. The region between 2000 and 4000 angstrom is known as near UV region, and region below 2000 angstrom is called a far or vacuum UV. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ സെയിം സാധനം തന്നെ. അവിടെ നാനോമീറ്ററിൻ്റെ യൂണിറ്റിൽ പറഞ്ഞെങ്കിൽ ഇവിടെ ആംസ്ട്രത്തിൻ്റെ യൂണിറ്റിൽ പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ 2000 to 4000 ആംസ്ട്രം ആണെങ്കിൽ അത് നിയർ യു വി റീജിയൻ. ഇനി ബിലോ 2000 ആംസ്ട്രം ആണെന്നുണ്ടെങ്കിൽ അത് ഫാർ അല്ലെങ്കിൽ വാക്വം യു വി റീജിയൻ ആയിട്ട് മാറുന്നു. കോമൺലി യൂസ് യൂണിറ്റ്സ് ഇൻ ദിസ് റീജിയൻ ആർ ആംസ്ട്രം, നാനോമീറ്റർ ആൻഡ് വേവ് നമ്പർ. സാധാരണയായിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്ന ആംസ്ട്രം, ദാറ്റ് ഇസ് 10⁻⁸ സെൻറ്റിമീറ്റർ, നാനോമീറ്റർ ദാറ്റ് ഇസ് 10⁻⁷ സെൻറ്റിമീറ്റർ, ആൻഡ് വേവ് നമ്പർ ദാറ്റ് ഇസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഇതൊക്കെയാണ്. ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഇൻവോൾവ് ഇൻ യു വി ആൻഡ് വിസിബിൾ ആൻഡ് യു വി റീജിയൻസ് ആർ ഓഫ് ദ ഫോളോവിങ് ടൈപ്സ്. യു വി വിസിബിൾ റീജിയനിൽ നടക്കുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്: പൈ ടു പൈ സ്റ്റാർ, എൻ ടു പൈ സ്റ്റാർ, സിഗ്മ ടു സിഗ്മ സ്റ്റാർ, എൻ ടു സിഗ്മ സ്റ്റാർ, എൻ ടു പൈ സ്റ്റാർ ആൻഡ് പൈ ടു pi star. The energies required for these transitions are in the order sigma to sigma star greater than n to sigma star greater than pi to pi star greater than n to pi star. അതായത് എന്തുമാത്രം എനർജി ആവശ്യമാണ് അതനുസരിച്ച് ഈ ട്രാൻസിഷൻസിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി വേണ്ടത് സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് എൻ ടു സിഗ്മ സ്റ്റാർ, അത് കഴിഞ്ഞ് പൈ ടു പൈ സ്റ്റാർ, അത് കഴിഞ്ഞ് എൻ ടു പൈ സ്റ്റാർ. അപ്പോൾ ഏറ്റവും കുറവ് എനർജി വേണ്ടത് എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. And UV spectrum is a plot of wavelength of absorption versus absorption intensity, that is transmittance. Log delta
log epsilon max is usually chosen as the y-axis. Epsilon is the molar absorptivity. അതായത് ഇനിയും ഒരു യു വി സ്പെക്ട്രം എങ്ങനെയാണ് ഇരിക്കുക? യു വി സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ പ്ലോട്ട് ഓഫ് വേവ് ലെങ്ത് ഓഫ് അബ്സോർപ്ഷൻ വേഴ്സസ് അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റി. അപ്പം വേവ് ലെങ്ത് വേഴ്സസ് അബ്സോർപ്ഷൻ ആയിരിക്കും എപ്പോഴും ഒരു യു വി സ്പെക്ട്രം എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിന് ട്രാൻസ്മിറ്റൻസ് എന്ന പേരിലും കൂടെ അറിയപ്പെടും. അതായത് ട്രാൻസ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ ലോഗ് എപ്സിലോൺ മാക്സ് ആണ്. അതിൽ എപ്സിലോൺ മാക്സ് ആയിരിക്കും ട്രാൻസ്മിറ്റൻസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വൈ ആക്സിസിൽ കൊടുക്കും, പിന്നെ നമ്മുടെ വേവ് ലെന്തിനെ നമ്മൾ എക്സ് ആക്സിസിലും എടുക്കും. പിന്നെ എപ്സിലോൺ എന്ന് പറയുന്ന അവിടുത്തെ മോളാർ അബ്സോർപ്റ്റിവിറ്റിയാണ്. അതായത് ഒരു യു വി സ്പെക്ട്രം എന്ന് പറയുന്നത് ഇസ് എ പ്ലോട്ട് ഓഫ് വേവ് ലെന്ത് ഓഫ് അബ്സോർപ്ഷൻ വേഴ്സസ് അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റി. അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ട്രാൻസ്മിറ്റൻസ് അതിനെ നമ്മൾ വൈ ആക്സിസിലും ഈ വേവ് ലെന്ത് ഓഫ് അബ്സോർപ്ഷൻ അല്ലെങ്കിൽ വേവ് ലെന്തിനെ നമ്മൾ എക്സ് ആക്സിസിലുമായിരിക്കും എടുക്കുക. ഇനിയും ട്രാൻസ്മിറ്റൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റൻസിൻ്റെ ഒരു ടേമാണ് ലോഗ് എപ്സിലോൺ മാക്സ് എന്ന് പറയുന്നത്. അതിൽ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ മോളാർ അബ്സോർപ്റ്റിവിറ്റിയാണ്. വേവ് ലെന്ത് ഓഫ് അബ്സോർപ്ഷൻ ഗീവ്സ് പൊസിഷൻ എപ്സിലോൺ ഓർ ലോഗ് എപ്സിലോൺ ഗീവ്സ് ഇൻറ്റൻസിറ്റി. വേവ് ലെന്തിന് അകത്തു നിന്ന് നമുക്ക് എന്ത് ഇൻഫോർമേഷനാണ് കിട്ടുന്നത്? അബ്സോർപ്ഷൻ നടക്കുന്ന ആ ഒരു പൊസിഷനും അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിക്കകത്തുനിന്ന് ട്രാൻസ്മിറ്റൻസിനകത്തുനിന്ന് അല്ലെങ്കിൽ എപ്സിലോൺ അല്ലെങ്കിൽ ലോഗ് എപ്സിലോണിനകത്ത് നമുക്ക് ഇൻറ്റൻസിറ്റിയും കിട്ടും. ഓക്കെ, അപ്പം തന്നിരിക്കുന്ന വേവ് ലെന്തിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് പൊസിഷനും എപ്സിലോൺ അല്ലെങ്കിൽ ലോഗ് എപ്സിലോണിനകത്തുനിന്ന് നമുക്ക് ഇൻറ്റൻസിറ്റിയുമാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു യു വി സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ലോഗ് ഇനെ നമ്മൾ വൈ ആക്സിസിലും വേവ് ലെന്തിനെ നമ്മൾ എക്സ് ആക്സിസിലും കൊടുത്തു. അപ്പം ഇതുമാതിരിയുള്ളൊരു സ്പെക്ട്രം നമുക്ക് ഫൈനലി ഒബ്റ്റെയിൻ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ട്രാൻസിഷൻസ് ഒക്കെ നടക്കുന്നത്. ഇനിയും വാട്ട് ആർ അബ്സോർപ്ഷൻ ലോസ്? അബ്സോർപ്ഷൻ ലോസ് എന്ന് വെച്ചാൽ എന്താണ്? The intensity of the emitted light decreases exponentially as the thickness and concentration of the absorption medium increases arithmetically. അതായത് നമ്മുടെ അബ്സോർപ്ഷൻ മീഡിയത്തിൻ്റെ ഏത് മീഡിയത്തിൽ വെച്ചാണോ അബ്സോർപ്ഷൻ നടക്കുന്നത് ആ മീഡിയത്തിൻ്റെ കോൺസെൻട്രേഷനും തിക്നെസ്സും കൂടുന്നതിനനുസരിച്ച് അരിത്തമെറ്റിക്കലി കൂടുന്നതിനനുസരിച്ച് അതായത് റെഗുലറായിട്ട് ഒരു ഇൻക്രീസ് സംഭവിക്കുന്നതിനനുസരിച്ച് അപ്പോൾ നമ്മൾ എടുക്കുന്ന മീഡിയത്തിൻ്റെ തിക്നെസ്സും കോൺസെൻട്രേഷനും ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ അവിടെ നിന്നും അബ്സോർപ്ഷൻ ചെയ്തതിന് ശേഷം എമിറ്റ് ചെയ്യുമല്ലോ, എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അവിടെ എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നു. എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നത് വെച്ചാൽ ഈ റേസ് ടു ദ പവർ ആ ഒരു രീതിയിൽ അവിടെ ഡിക്രീസ് സംഭവിക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ ലോ എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ ലോ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന മീഡിയത്തിൻ്റെ തിക്നെസ്സും കോൺസെൻട്രേഷനും കൂടുന്നതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി ഓഫ് ദ എമിറ്റഡ് ലൈറ്റ് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നു. അതിനെ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ലോഗ് ടു ദ ബേസ് 10 I0/IT ഈസ് ഈക്വൽ ടു എപ്സിലോൺ CL. I0 IT എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റൻസിറ്റീസ് ഓഫ് ഇൻസിഡൻറ്റ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ്. I0 എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെയും IT എന്ന് പറയുന്ന ട്രാൻസ്മിറ്റഡ് ലൈറ്റിൻ്റെയും ഇൻറ്റൻസിറ്റിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ L ഇസ് ദ പാത്ത് ലെന്ത് ഓഫ് ദ അബ്സോർബിംഗ് സൊല്യൂഷൻ ഇൻ സെൻറ്റിമീറ്റർ. അബ്സോർബിംഗ് നമ്മൾ എടുക്കുന്ന മീഡിയത്തിൻ്റെ പാത്ത് ലെന്ത് ആണ് അവിടുത്തെ L. C ഇസ് ദ കോൺസെൻട്രേഷൻ ഇൻ മോൾസ് പെർ ലിറ്റർ. C എന്ന് പറയുന്നത് അവിടുത്തെ സൊല്യൂഷൻ്റെ നമ്മൾ എടുക്കുന്ന അബ്സോർബിംഗ് മീഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. അതിൻ്റെ യൂണിറ്റ് മോൾസ് പെർ ലിറ്റർ ആയിരിക്കും. ലോഗ് ടു ദ ബേസ് 10 I0/IT ഈസ് കോൾഡ് അബ്സോർബൻസ് ഓർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഇനിയും ആ എൻറ്റയർ ടേമിന് ലോഗ് ടു ദ ബേസ് 10 I0/IT എന്ന് പറയുന്ന ആ ഒരു എൻറ്റയർ ടേമിനെ വിളിക്കുന്ന പേരാണ് അബ്സോർബൻസ് ഓർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അബ്സോർബൻസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് നമ്മൾ അതിനെ വിളിക്കും. ഇക്വേഷൻ 1 അതായത് ലോഗ് ടു ദ ബേസ് 10 I0/IT ഈസ് ഈക്വൽ ടു എപ്സിലോൺ CL എന്ന് പറയുന്നതാണ് ഇവിടെ ഇക്വേഷൻ 1 എന്ന് ഉദ്ദേശിക്കുന്നത്. ഈസ് ദ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഓഫ് സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ഈസ് ഓഫൺ സ്പോക്കൺ ഫോർ ആസ് ദ ബിയർ-ലാംബർട്ട്സ് ലോ. ഇതാണ് നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയിലെ ഫണ്ടമെൻ്റൽ ഇക്വേഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. സാധാരണയായിട്ട് നമ്മളതിനെ ബിയർ-ലാംബർട്ട്സ് ലോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അബ്സോർപ്ഷൻ ലോ തന്നെയാണ് ബിയർ-ലാംബർട്ട്സ് ലോ എന്നും പറയുന്നത്. Okay, some exceptions to Beer-Lambert's law are often fundamental nature and show real limitation of it. അപ്പം ചില ഈ ബിയർ-ലാംബർട്ട്സ് ലോയിൽ നിന്നും ചില ലിമിറ്റേഷൻസ് ഒക്കെ കാണിക്കാറുണ്ട്. അത് റിയൽ ലിമിറ്റേഷൻസ് ഒക്കെയാണ്. Whereas other occurs as a consequence of this manner in which absorbance measurements are made or as a result of the chemical changes associated with concentration changes and later
2 are irrespective referred to as instrumental deviation and chemical deviation. അപ്പം എന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞു ചില എക്സെപ്ഷൻസ് ഒക്കെ ബി എൽ ലാംബർട്ട്സ് ലോയിൽ നിന്ന് നമുക്ക് കാണാനായിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റിയൽ ആയിട്ടുള്ള ലിമിറ്റേഷൻ ആയിരിക്കും, ശരിയായ രീതിയിലുള്ള ലിമിറ്റേഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ എന്താ പറയുക, ഇപ്പം നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ്റെ നമ്മുടെ അബ്സോർപ്ഷൻ മീഡിയത്തിൻ്റെ ഇപ്പോൾ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ മേ ബി അവിടെ ചില കെമിക്കൽ ചേഞ്ചുകളൊക്കെ നടക്കാം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ടും അവിടെ ഒരു റിസൾട്ടിലും ഒരു വേരിയേഷനൊക്കെ സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പം കോമൺ ആയിട്ട് നമ്മൾ അതിനെ പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ ഡീവിയേഷൻ അല്ലെങ്കിൽ കെമിക്കൽ ഡീവിയേഷൻ എന്ന് പറയും. ബി എൽ ലാംബർട്ട്സ് ലോയിൽ നിന്ന് എക്സെപ്ഷൻസ് കാണിക്കാനായിട്ടുള്ള റീസൺ ആയിട്ട് നമ്മൾ കോമൺലി പറയുന്നത് മേ ബി ഇൻസ്ട്രുമെൻ്റൽ ഡീവിയേഷനോ അല്ലെങ്കിൽ കെമിക്കൽ ഡീവിയേഷനോ ഒക്കെ ആവും. അപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ ഡീവിയേഷൻ ഉദ്ദേശിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൽ എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ റിസൾട്ടിൽ ഡീവിയേഷൻ സംഭവിക്കാം. അതുപോലെ തന്നെ കെമിക്കൽ ഡീവിയേഷൻ സംഭവിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് നമ്മളെടുക്കുന്ന സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ആ മീഡിയത്തിൻ്റെ എന്താണ് നമ്മളെടുക്കുന്ന അബ്സോർപ്ഷൻ മീഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടിലും ഒരു വേരിയേഷൻ സംഭവിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനിയും ഈ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിൽ കുറച്ച് ടേമുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേമുകൾ. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രോമോഫോർ എന്താണെന്നുള്ളതാണ്. സാധാരണയായിട്ട് നമ്മൾ ഈ യു വി വിസിബിൾ അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ഡീൽ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ ടേമുകളാണ് ഉപയോഗിക്കാറായിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ടേമുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്രോമോഫോർ ആണ്. അൺസാച്ചുറേറ്റഡ് ഗ്രൂപ്പ് റെസ്പോൺസിബിൾ ഫോർ ഇലക്ട്രോണിക് അബ്സോർപ്ഷൻസ്. എക്സാമ്പിൾ സി ഡബിൾ ബോണ്ടോ സി ഡബിൾ ബോണ്ട് സി. അതായത് ക്രോമോഫോർ എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് അബ്സോർപ്ഷന് കാരണമാകുന്ന അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ്. അൺസാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള ഗ്രൂപ്പ്സ്. പക്ഷേ അതെന്തിന് കാരണമാകണം, ഇലക്ട്രോണിക് അബ്സോർപ്ഷന് കാരണമാകണം. എക്സാമ്പിൾ പറയുന്നത് സി ഡബിൾ ബോണ്ട് സി അല്ലെങ്കിൽ സി ഡബിൾ ബോണ്ട് ഹോ. ഇനി അടുത്ത ഓക്സോക്രോം. എ സാച്ചുറേറ്റഡ് ഗ്രൂപ്പ് കണ്ടെയ്നിങ് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ആൻഡ് വെൻ അറ്റാച്ച്ഡ് ടു എ ക്രോമോഫോർ ഓൾട്ടേഴ്സ് ദ വേവ് ലെങ്ത് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർപ്ഷൻ. അപ്പം ഓക്സോക്രോം എന്ന് വെച്ചാൽ ഒരു സാച്ചുറേറ്റഡ് ഗ്രൂപ്പ്, അതായത് സിംഗിൾ ബോണ്ട് മാത്രം ഉള്ള ഗ്രൂപ്പ്, അതിനകത്ത് എന്തുണ്ടാവണം, ഒരു നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസും ഉണ്ടാവണം. അപ്പോൾ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉള്ള ഒരു സാച്ചുറേറ്റഡ് ഗ്രൂപ്പ് ഒരു ക്രോമോഫോറുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, നമ്മുടെ അബ്സോർപ്ഷൻ്റെ വേവ് ലെന്തിനെയും ഇൻറ്റൻസിറ്റിയൊക്കെ ഓൾട്ടർ ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ആ എൻറ്റയർ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഓക്സോക്രോം. അപ്പോൾ എന്തുണ്ടാവണം, ഒരു സാച്ചുറേറ്റഡ് ഗ്രൂപ്പ് ഉണ്ടാവണം, അതിനകത്ത് എന്തുണ്ടാവണം, നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ്. നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് എന്ന് ഉദ്ദേശിക്കുന്ന ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് വേണം. അതെന്ത് ചെയ്യണം, ക്രോമോഫോറുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കണം. ആ എൻറ്റയർ ഗ്രൂപ്പ് കാരണം നമ്മുടെ അബ്സോർപ്ഷൻ്റെ വേവ് ലെന്തിനും ഇൻറ്റൻസിറ്റിക്കും ഒരു ചേഞ്ചും സംഭവിക്കണം. അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. നമ്മുടെ OH സി ഡബിൾ ബോണ്ട് OH. അപ്പോൾ സി ഡബിൾ ബോണ്ട് O എന്ന് പറയുന്നതാണ് നമ്മുടെ അവിടുത്തെ എന്തെന്ന് പറയുന്നത് ക്രോമോഫോർ, അതായത് അൺസാച്ചുറേറ്റഡ് ഗ്രൂപ്പ്. അതെന്ത് ചെയ്ത് OH-ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. OH എന്ന് പറയുന്നത് സിംഗിൾ ബോണ്ടാണ്, അപ്പോൾ അതൊരു സാച്ചുറേറ്റഡ് ഗ്രൂപ്പാണ്. അതിനകത്ത് 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ ആ എൻറ്റയർ എന്താണ് ഗ്രൂപ്പാണ് നമ്മുടെ ഓക്സോക്രോം എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ബാത്തക്രോമിക് ഷിഫ്റ്റ്. ദ ഷിഫ്റ്റ് ഓഫ് അബ്സോർപ്ഷൻ ടു എ ലോങ്ങർ വേവ് ലെങ്ത് ഡ്യൂ ടു ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ സോൾവെൻറ്റ് ഇഫക്റ്റ് അല്ലെങ്കിൽ റെഡ് ഷിഫ്റ്റ്. അടുത്തതാണ് ബാത്തക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ബാത്തക്രോമിക് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ അബ്സോർപ്ഷൻ ലോങ്ങർ വേവ് ലെന്ത് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ലോങ്ങർ വേവ് ലെന്ത് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഷിഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് ബാത്തക്രോമിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ റെഡ് ഷിഫ്റ്റ് എന്ന് വിളിക്കും. കാരണം ലോങ്ങർ വേവ് ലെന്തുള്ള കളറ് റെഡാണ്, അതുകൊണ്ട് റെഡ് ഷിഫ്റ്റ് എന്നും കൂടി ഇതിനെ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷിഫ്റ്റ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ സോൾവെൻറ്റ് ഇഫക്റ്റോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഫലമായിട്ടോ ആണ് ഇങ്ങനെ ഷിഫ്റ്റിംഗ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്. ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് ഓഫ് ദ അബ്സോർപ്ഷൻ ടു എ ഷോർട്ടർ വേവ് ലെങ്ത് ഡ്യൂ ടു ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ സോൾവെൻറ്റ് ഇഫക്റ്റ്, ബ്ലൂ ഷിഫ്റ്റ്. ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഷോർട്ടർ വേവ് ലെന്ത് സൈഡിലേക്ക് അബ്സോർപ്ഷൻ ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഷോർട്ടർ വേവ് ലെന്ത് ഉള്ള കളർ ഏതാണ്, ബ്ലൂ. അതുകൊണ്ട് തന്നെ ബ്ലൂ ഷിഫ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഷോർട്ടർ വേവ് ലെന്ത് സൈഡിലേക്ക് നമ്മുടെ എൻറ്റയർ അബ്സോർപ്ഷൻ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്ലൂ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നത്. ലോങ്ങർ വേവ് ലെന്ത് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ റെഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ബാത്തക്രോമിക് ഷിഫ്റ്റ് എന്ന് വിളിക്കുന്നു. രണ്ടിൻ്റെയും റീസൺ
സബ്സ്റ്റിറ്റ്യൂഷൻ സോൾവെൻറ്റ് ഇഫക്റ്റും ഒക്കെയാണ്. ഇനി അടുത്ത് ഹൈപ്പർക്രോമിക് ഇഫക്റ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റി. അപ്പോൾ ഹൈപ്പർക്രോമിക് ഇഫക്റ്റ് എന്ന് വെച്ചാൽ അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു ഇൻക്രീസ്. ഇനി അബ്സോർപ്ഷൻ ഇൻറ്റൻസിറ്റിയിൽ ഒരു ഡിക്രീസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ഹൈപ്പോക്രോമിക് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു. ഇനി ഐസോബെസ്റ്റിക് പോയിന്റ്. ഇറ്റ് ഈസ് എ പോയിന്റ് common to all absorption curves produced in spectra of a compound taken at several pH values. അതായത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിനെ പല pH വാല്യൂവിൽ എടുത്തിട്ട് നമ്മളതിൻ്റെ സ്പെക്ട്രം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ ഏത് pHയിലുള്ള സ്പെക്ട്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു പോയിൻ്റ് കോമൺ ആയിട്ട് എല്ലാ ഗ്രാഫിലും കാണും. ആ പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഐസോബെസ്റ്റിക് പോയിൻ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് എടുത്തിട്ട് നമ്മളതിൻ്റെ സ്പെക്ട്രംസ് അങ്ങ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് കോമൺ ആയിട്ട് കാണും. അതിനെ വിളിക്കുന്ന പേരാണ് ഐസോബെസ്റ്റിക് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇത് ജനറലി നമ്മൾ ഈ യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി ഡീൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാറുള്ള കുറച്ച് ടേമുകളാണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി തന്നെയാണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി കേട്ടോ. വൈഡ് ആപ്ലിക്കബിലിറ്റി. ഈവൻ നോ അബ്സോർബിംഗ് സ്പീഷീസ് ക്യാൻ ഓൾസോ ബി ഡിറ്റർമൈൻഡ് ആഫ്റ്റർ കെമിക്കൽ കൺവേർഷൻ ടു അബ്സോർബിംഗ് ഡെറിവേറ്റീവ്സ്. അപ്പം അബ്സോർബിംഗ് കേപ്പബിലിറ്റി ഇല്ലാത്ത കോമ്പൗണ്ടിനെ പോലും നമുക്ക് അതിൻ്റെ സ്പെക്ട്രം നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അബ്സോർബിംഗ് ഡെറിവേറ്റീവായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ നമുക്ക് സ്പെക്ട്രം എടുത്ത് പരിശോധിക്കാനായിട്ട് പറ്റും. പിന്നെ ഹൈ സെൻസിറ്റിവിറ്റി. ടിപ്പിക്കൽ ഡിറ്റക്ഷൻ ലിമിറ്റ്സ് റേഞ്ചസ് ഫ്രം 10⁻⁴ to 10⁻⁵ meter molar. This range can be extended to 10⁻⁶ to even 10⁻⁷ with certain procedure modification. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നോർമലി നമുക്ക് ഡിറ്റക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 10⁻⁴ to 10⁻⁵ ആണ്. ചില പ്രൊസീജിയർ മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ ആ വാല്യൂസിനെ നമുക്ക് 10⁻⁶ to 10⁻⁷ മൈനസ് ഉണ്ട് കേട്ടോ, 10⁻�6 to 10⁻⁷ ആ ഒരു ഡിറ്റക്ഷൻ റേഞ്ചിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനിയും മോഡറേറ്റ് ടു ഹൈ സെൻസിറ്റിവിറ്റി, ഗുഡ് ആക്യുറസി, ഈസ് ആൻഡ് കൺവീനിയൻസ്. Moderate to high sensitivity. If a wavelength can found at which analyte alone absorb preliminary separations cannot be detected. അപ്പം നമുക്ക് പ്രിലിമിനറി സെപ്പറേഷൻസ് ഒന്നും വേണ്ടാതെ തന്നെ നമുക്ക് വേണ്ട കോമ്പൗണ്ടിൻ്റെ മാത്രം സ്പെക്ട്രം ഒബ്റ്റെയിൻ ചെയ്യുവാനായിട്ടും സാധിക്കും. ഇനി അടുത്ത ഗുഡ് ആക്യുറസി. ദ റിലേറ്റീവ് എറേഴ്സ് ലൈ ഇൻ ദ റേഞ്ച് ഫ്രം 1% to 5%. സച്ച് എറേഴ്സ് ക്യാൻ ബി ഡിക്രീസ് വിത്ത് സ്പെഷ്യൽ പ്രിക്വേഷൻസ്. അപ്പം സാധാരണയായിട്ട് എററിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 1 to 5 ആണ്. അപ്പം സ്പെഷ്യൽ പ്രിക്വേഷൻസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എററിനെ പോലും നമുക്ക് ഇതിനകത്ത് കുറയ്ക്കാനായിട്ട് പറ്റും. അതായത് ഇതുവഴി നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതിൻ്റെ ആക്യുറസി ഭയങ്കര കൂടുതലായിരിക്കും. ഈസ് ആൻഡ് കൺവേർട്ട്. ദർ ആർ ഈസിലി ആൻഡ് റാപ്പിഡ്ലി പെർഫോം വിത്ത് മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് നമുക്കത് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ സ്പെക്ട്രംസ് അനലൈസ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇൻ അഡീഷൻ ദ മെത്തേഡ്സ് റെഡ്ലി ലെൻഡ് ദംസെൽവ്സ് ടു ഓട്ടോമേഷൻ. അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ട് വേണമെങ്കിലും നമുക്കിതിനെ ചെയ്യാം. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആവശ്യം ഇല്ലാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി വേണമെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഇലക്ട്രോണിക് സ്പെക്ട്രം. ഇലക്ട്രോണിക് സ്പെക്ട്രയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ കോമ്പൗണ്ട്, ഇംപ്യൂരിറ്റി ഡിറ്റക്ഷൻ, ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലർ വെയ്റ്റ്, സ്ട്രക്ചറൽ ഡയഗ്നോസിസ്, സ്റ്റഡി ഓഫ് ഇക്വിലിബ്രിയം ഇൻ സൊല്യൂഷൻസ്, സ്റ്റഡി ഓഫ് ഐസോമെറിസം, evaluation of molecular parameters such as force constant of for a bond distance, etc. In detection of hyperconjugation, in detection of steric factors, to study the charge transfer reactions, to determine the pK value of an indicator, to identify the complex and photometric titrations. അപ്പോൾ കുറേ ഈ ഇലക്ട്രോണിക് സ്പെക്ട്രയുടെ ആപ്ലിക്കേഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള യു വി വിസിബിൾ സ്പെക്ട്രം എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ പ്രിൻസിപ്പിൾസും പിന്നെ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്നൊരു ഇതാണ് ബിയർ-ലാംബേർട്ട്സ് ലോ. അതുമാണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ ബാക്കിയുള്ള ഈ ഇലക്ട്രോണിക് സ്പെക്ട്രമായിട്ട് ഡീൽ ചെയ്ത് വരുന്നതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.